നമസ്കാരം കുട്ടികളെ, ഞാനിന്ന് നിങ്ങൾക്ക് മത്തായി അച്ഛന്റെ കഥ പറഞ്ഞു തരട്ടെ. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥ പെൺകുട്ടിയെ നമ്മുടെ അച്ഛന്റെ പള്ളിക്ക് മുമ്പിൽ ആരോ ഒരാൾ ഉപേക്ഷിച്ചു പോയി. ഇതറിഞ്ഞ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചുകൂടി അവർ പറഞ്ഞു, ആ കുട്ടി അച്ഛനും സിസ്റ്റർക്കും ഉണ്ടായതാണെന്ന്. ഇതറിഞ്ഞ നമ്മുടെ അച്ഛന് ഒരുപാട് സങ്കടമായി. അച്ഛന്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു. എങ്കിലും അച്ഛൻ സിസ്റ്റേഴ്സിനെ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് ആ കുട്ടിയെ പള്ളിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സിസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് ആ കുട്ടിയെ പള്ളിയിൽ എത്തിച്ചു. ആനവാതിലിന് മുമ്പിൽ വെച്ച് കുരിശ് വരച്ച് ആ കുട്ടിയെ പള്ളിക്കുള്ളിൽ കയറ്റി. അങ്ങനെ ആ കുട്ടി മഠത്തിൽ സിസ്റ്റേഴ്സിനൊപ്പം വളർന്നു വന്നു. അതെ, തിരുഹൃദയ സന്യാസി സമൂഹം ആദ്യമായി എടുത്തു വളർത്തിയ കുട്ടിയാണത്. മാഷേ, ഞങ്ങൾക്ക് ഇനിയും അച്ഛനെ കുറിച്ച് കഥകൾ പറഞ്ഞു തരുമോ? അതിനെന്താ, പറഞ്ഞു തരാലോ. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും വർഷിക്കുന്ന കാരുണ്യത്തിന്റെ ഒരു അംശം ഈ ദാസനും അങ്ങ് നൽകണമേ. ഞാൻ ചുറ്റും നോക്കുമ്പോൾ വിശന്നു വലയുന്നവർ, രോഗത്താൽ ദുരിതം അനുഭവിക്കുന്നവർ, ആരുമില്ലാതെ തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ഇവരിൽ അങ്ങയെ കാണാനല്ലേ അങ്ങനെ പഠിപ്പിച്ചത്? അയ്യോ അയ്യോ, ആരാണിത്? എണീക്കോ സഹോദര, നിന്റെ ശരീരം മൊത്തം വ്രണങ്ങളാണല്ലോ. ആരുമില്ലേ ഒന്നിവനെ സഹായിക്കാൻ? സാരമില്ല, കരയണ്ട, ഞാനുണ്ട്. എന്റെ കൂടെ വന്നോളൂ. നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? കുഞ്ഞെ, ഈ മത്തായി അച്ഛൻ ഒരിക്കലും നിന്നെ പട്ടിണി കിടത്തില്ല. വരൂ. ഓ, ഈ അച്ഛന് എന്റെ ഓരോ കാര്യങ്ങള് കണ്ട കുഷ്ഠരോഗികളെ രോഗികളെ ഒക്കെ കൊണ്ടുവന്ന് പള്ളിയിലോട്ട് കയറ്റുക. നമ്മള് നാട്ടുകാർക്ക് നടക്കാൻ പറ്റാതായിരുന്നേ. ഇവര് അച്ഛന്റെ ഓരോ പണികൾ, അച്ഛന് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട. സഹോദര, അങ്ങനെ പറയരുത്. ഈ ഉപേക്ഷിക്കപ്പെട്ടവരിൽ ഞാൻ എന്റെ ദൈവത്തെ കാണുന്നു. ഇവരെ വഴിയിൽ തള്ളിയിടാൻ എനിക്കാവില്ല. ഇവർക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം വേണം. തിരുഹൃദയ സന്യാസി സമൂഹം അതിനായി കൈകോർക്കും. കരുണ പറ്റാത്ത മനുഷ്യർ നമ്മെ സഹായിക്കാതിരിക്കില്ലല്ലോ. സിസ്റ്ററെ, അതാ നമ്മുടെ മത്തായി അച്ഛൻ വരുന്നു. സഹോദരങ്ങളെ, ഈ മണ്ണിൽ കാരുണ്യത്തിന്റെ വിത്ത് മുളയ്ക്കും. പാലായിലെയും രാമപുരത്തെയും ജനങ്ങൾ അറിയും സ്നേഹത്തിന്റെ ശക്തി എന്താണെന്ന്, സ്നേഹത്തിന്റെ മധുരം എന്താണെന്ന്. ഭയപ്പെടേണ്ട, തിരുഹൃദയത്തിന്റെ നിയോഗമാണ് നമ്മുടേത്. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഈ രോഗികൾക്കും നിങ്ങൾ അമ്മയായി മാറണം. എനിക്ക് തീരെ വയ്യ, എന്റെ സമയമെടുത്തു. എന്റെ ശരീരമെല്ലാം തളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എന്റെ മനസ്സിപ്പോഴും അഗതികളുടെ കൂടെയാണ്. എനിക്കൊന്നിനും ആവില്ല. നിങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ തുടരണം. ഈശോയുടെ തിരുഹൃദയം നിങ്ങൾക്ക് വഴി നാട്ടും. പ്രിയമുള്ളവരെ, മത്തായി അച്ഛനെ പോലെ സഹനവും ത്യാഗവും കാരുണ്യ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലും വർഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.